2.25 വർഷം കൊണ്ട് ഞാൻ 65,000 കിലോമീറ്റർ ഓടിച്ച എൻ്റെ TVS റോണിനാണിത്. 2023 മെയ്യിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ നെഗറ്റീവ് എന്ന് തന്നെ പറയാം കേട്ടോ, ആൾക്കാർക്ക് കുറ്റം പറയുന്നത് ഏറ്റവും ഇഷ്ടം. ആയിക്കോട്ടെ. ആദ്യത്തെ കാര്യം എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തത് ഇതിൻ്റെ ഹൈവേ ക്രൂസിംഗ് സ്പീഡാണ്. ഇതൊരു 225cc സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ കൂടി എനിക്ക് 85-90 വരെയാണ് ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. 100 എബോ ഒക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ നല്ല മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ഫീലും കിട്ടും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്ററാണ്. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ്. കാരണം ഈ ഒരു ഫുഡ് പാക്ക് എന്ന് പറയുന്നത് കുറച്ച് ഫോർവേഡ് സെറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓൾറൗണ്ടർ ബൈക്കായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഇതുപോലെയുള്ള ടെറൈൻസിലൊക്കെ വരുമ്പോഴത്തേക്ക് എണ്ണീച്ച് നിന്ന് വണ്ടി ഓടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കൂടുതൽ സ്ട്രെയിൻ നമ്മുടെ ഷോൾഡറിലേക്കും ഹാൻഡ്സിലേക്കുമാണ് വരുന്നത്. നമുക്ക് കാലും കൊണ്ട് വണ്ടി അധികം ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. എടാ അതിനെന്തോ ഒരു കുറ്റമായിട്ട് പറയുന്നത്? ഈ വണ്ടി ഇത് ആ ഒരു പർപ്പസിന് വേണ്ടി ഉള്ളല്ലോ. പിന്നെ അല്ല, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അൺസ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാണല്ലോ ഇറക്കിക്കുന്നത്. അപ്പോൾ അൺസ്ക്രിപ്റ്റഡിനകത്ത് അഡ്വഞ്ചർ റൈഡ്സ് വരത്തില്ലേ? സോ അങ്ങനെ അഡ്വഞ്ചർ റൈഡ്സ് വരുമ്പോൾ ഞാൻ എങ്ങനെ ഇത് ഓടിക്കും? ശരി, ഇത് ഇവർക്ക് മിഡിൽ സെറ്റെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതേസമയം ഞാൻ ഈ ബാക്ക് ഫുഡ് റെസ്റ്റിലാണ് കാല് വെക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെയാണ്. കാരണം ഇത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ദൂരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പിടിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലോ. പക്ഷേ ഇത് സംവെയർ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ നീ എണ്ണീച്ച് നിന്ന് ഓടിക്കാൻ അല്ല, ഇങ്ങനെ കാല് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ നടു കുറച്ചുകൂടെ ന്യൂട്രൽ പോസ്റ്റർ വരുന്നുണ്ട്. നമ്മുടെ കാല് കുറച്ചും കൂടെ മടങ്ങിയായിരിക്കും, പക്ഷേ മൂന്നിരിക്കാൻ പറ്റും കുറച്ചും കൂടെ ഇതിനേക്കാളും, അറ്റ്ലീസ്റ്റ് ഫോർ മൈ ഹൈറ്റ്. അപ്പോൾ അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വൺ തിങ് എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടാതാണ്. അതുപോലെ തന്നെ കോർണർ ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടും കോർണറിംഗ് സാധനങ്ങളുണ്ട്. സോ രണ്ട് കാര്യങ്ങളുണ്ട്. അടുത്ത കാര്യമാണ് ഈ കാണുന്ന ചെയിൻ കവറും ഈ വണ്ടിയുടെ റിയർ ഡിസൈനും. എനിക്ക് മാറ്റിയല്ലോ. അതിപ്പോൾ പുതിയ വണ്ടിയിലല്ലേ, എൻ്റെ വണ്ടിയിൽ ഇതുണ്ടല്ലോ. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഈ ചെയിൻ കവർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് ചെയിൻ ലൂബ് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചെയിൻ കവർ അഴിച്ചെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്കൊന്ന് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു റിയർ ഫെൻഡർ ഡിസൈൻ ഒരുപാട് ഉരുണ്ടിരിക്കുന്നത് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഓവറോൾ വണ്ടി എനിക്ക് ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇവൻ മണ്ടനാണോ? ഇത് ചെയിൻ കവർ വെച്ചത് കൊണ്ടല്ലേ ഈ വണ്ടിക്ക് തീരെ ലൂബും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട? അത് ഒരു വശത്ത് മാത്രം ചെയിൻ കവർ വന്നാൽ മതി. ഇങ്ങനെ വശം നോക്കിയാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. ഇതിലേ കയറത്തില്ല ചെളി. ആണോ? പിന്നല്ലാതെ. ഓ സോറി. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തതാണ് ഇൻകൺസിസ്റ്റൻറ്റ് സർവീസ് നെറ്റ്വർക്ക് ഓഫ് TVS. ഇതിങ്ങനെ TVS ബോർഡ് കാണുന്ന എല്ലായിടത്തൊന്നും കയറ്റി സർവീസ് ചെയ്യാൻ കൊള്ളത്തില്ല. കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ല ഷോറൂം തന്നെ നമ്മൾ നോക്കി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ TVSൻ്റെ ആ ഒരു പ്രീമിയം സർവീസ് നെറ്റ്വർക്ക് അവർ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും വിശ്വസിച്ച് സർവീസിന് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ RR RTR മേടിച്ചവരോ? പറയൊക്കെ അവസ്ഥ. വണ്ടി അപ്പടി മോശമാണ്, നല്ലത് പറയാൻ ഒന്നുമില്ല. ആര് പറഞ്ഞു? ആകെ 4 കാര്യമുള്ളൂ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തതെന്നുള്ളത്. ഇനി ബാക്കി മൊത്തം എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ടാങ്ക് റേഞ്ച്. അത് 14 ലിറ്ററിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. അതിലൊരു 13 ലിറ്ററോളം നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒറ്റ ഫുൾ ടാങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 400 കിലോമീറ്റർ സുഖമായിട്ട് കവർ ചെയ്യാം. അപ്പോൾ മുടിഞ്ഞ മൈലേജ് ആയിരിക്കുമല്ലോ. അതെ, ഏകദേശം ഒരു 42 തൊട്ട് 46 ഉള്ളിലാണ് എനിക്ക് ഇതിന് ആവറേജ് മൈലേജ് കിട്ടുന്നത്. ഒരിക്കലും എനിക്ക് 38 താഴ്ന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല നോർമൽ യൂസിൽ. അല്ലാതെ നമ്മൾ അത്രയ്ക്ക് പുഷ് ചെയ്ത് ഹൈവേയിൽ ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ അതിന് താഴോട്ട് പോകുന്നതായിട്ട് കിട്ടിയുള്ളൂ. സോ ഈ ഒരു പവർ ഡെലിവറിക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിയിലിരിക്കുന്നത്. അതുപോലെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് എഞ്ചിൻ റിഫൈൻമെൻറ്റ് ആൻഡ് സ്മൂത്ത് ടോർക്ക് ഡെലിവറി. നല്ല പഞ്ചി ആയിട്ടുള്ള ഒരു ടോർക്ക് ഡെലിവറി. 2 പേര് ഇരുന്നുകൊണ്ട് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വണ്ടിക്ക് പവറില്ല, ടോർക്കില്ല എന്നുള്ളൊരു ഫീൽ ഇതിൻ്റെ ഭാഗത്തൊന്നുമില്ല. എത്ര വലിയ കുത്തുകയറ്റവും നല്ല 2 വലിയ ആളുകളെ വെച്ചുകൊണ്ട് സ്മൂത്തായിട്ട് ഈ വണ്ടി വലിച്ചു കയറും. അതും നേരത്തെ പറഞ്ഞ ഒരു മൈലേജിൻ്റെ കൂടെ തന്നെ. ഇതിൻ്റെ ഹെഡ്ലാമ്പ് വിസിബിലിറ്റിയാണ് അടുത്തതായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഹൈവേയിലാണെങ്കിലും നമ്മുടെ നോർമൽ സിറ്റി റോഡ്സിലാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രീമിയം ലുക്കും വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിനാ ഈ ഒരു പ്രൈസിൽ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് സസ്പെൻഷൻ എന്ന് ഞാൻ പറയും. കാരണം ഷോവയുടെ USD ഫോർക്കും ബാക്ക് മോണോഷോക്കുമാണ് ഇതിൽ കിട്ടുന്നത്. 1.5 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു പ്രൈസിന് കിടിലൻ സസ്പെൻഷനാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഓയിൽ സീലൊന്നും അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാറില്ല. മാത്രമല്ല ഹൈവേയിലും നോർമൽ റൈഡിങ് കണ്ടീഷനൊക്കെ നമുക്ക് നല്ല സ്റ്റെബിലിറ്റിയും റോഡ് ഫീഡ്ബാക്കും കംഫർട്ട് തരുന്നുണ്ട്. ഈ പാറപ്പുറത്ത് വന്നപ്പോൾ അടിയൊന്നും തട്ടിയില്ലേ? ഇല്ല, മോശമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്സോ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അടി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ TVS റോണിൽ 65,000 കിലോമീറ്റർ ഓടിച്ചിരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു TVS റോണിൽ ഓണർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കിൽ ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.